നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബിഷപ്പുമാരെ രൂക്ഷമായി വിമർശിച്ച് പൂഞ്ഞാറിലെ NDA സ്ഥാനാർത്ഥിയും BJP ദേശീയ നിർവാഹക സമിതി അംഗവുമായ PC ജോർജ് വിദേശ സംഭാവന നിയന്ത്രണ നിയമത്തിലെ ഭേദഗതി സംബന്ധിച്ച ചോദ്യത്തിന് ആ ചോദ്യത്തിനുള്ള മറുപടിയിലാണ് ബിഷപ്പുമാരെ രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നത് PC ജോർജ്. കുറച്ച് പിതാക്കന്മാർ കോൺഗ്രസ് വരണമെന്ന അബദ്ധ വിചാരണവുമായി നടക്കുകയാണ് എന്നായിരുന്നു PC ജോർജിന്റെ രൂക്ഷ വിമർശനം. അവർ ഇതിനപ്പുറത്തെ വർത്തമാനം പറയും. ഞാൻ ഇത് പരിഗണിക്കുന്നില്ല, ക്രിസ്ത്യാനികളും പരിഗണിക്കില്ല. കുറച്ച് പിതാക്കന്മാർ എന്ത് ഊളത്തരവും പറഞ്ഞ് നടക്കുകയാണെന്നും PC ജോർജ് പറഞ്ഞു. BJP എന്ന് പറഞ്ഞാൽ ഹാലിളകുന്നു, അവർക്ക് തലയ്ക്ക് സ്ഥിരതയില്ല. നിയമ ഭേദഗതിയിൽ ആർക്കും ആശങ്ക ആവശ്യമില്ലെന്നും PC ജോർജ് വ്യക്തമാക്കി. രാജ്യത്ത് 2.25% മാത്രമാണ് ക്രിസ്ത്യാനികളുള്ളത്. BJPയുടെ മാന്യത കൊണ്ടാണ് ക്രിസ്ത്യാനികളെ ചുമന്നുകൊണ്ട് നടക്കുന്നത്. ക്രിസ്ത്യാനികളെ ഇത്രയും കൂടുതൽ അംഗീകരിച്ച രാഷ്ട്രീയ പാർട്ടി വേറെയില്ല. കോൺഗ്രസ് ഭരിച്ചപ്പോൾ പോലും ഇത്രയും ക്രിസ്ത്യൻ മുഖ്യമന്ത്രിമാർ ഉണ്ടായിട്ടില്ല. ഇതൊക്കെ മറച്ചുവെച്ച് ബിഷപ്പുമാർ ഊളത്തരം പറയാൻ പാടില്ല എന്നായിരുന്നു PC ജോർജിന്റെ അതിരൂക്ഷ വിമർശനം. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായ തോൽവി ഉണ്ടായത് മതവുമായി ഉണ്ടായ പ്രശ്നത്തിന്റെ പേരിലാണ്. അത് താൻ തിരിച്ചറിയുന്നു. അക്കാര്യങ്ങൾ പറഞ്ഞത് സത്യത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ടാണെന്നും PC ജോർജ് പറഞ്ഞു. മുസ്ലിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്ഥാനമാനങ്ങൾ നൽകുന്നത് BJP ആണ്. മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള നിരവധി മന്ത്രിമാർ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട് എന്നും PC ജോർജ് മറ്റൊരിടത്ത് വ്യക്തമാക്കി. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മുസ്ലിം സമുദായത്തിനെതിരെ നടത്തിയ പരാമർശങ്ങളിൽ മാപ്പ് ചോദിക്കുകയുണ്ടായി PC ജോർജ്. അവർ പലതും പറഞ്ഞപ്പോൾ അരിശം തോന്നി പറഞ്ഞതാണെന്നും പരസ്യമായി ക്ഷമ പറയുകയാണെന്നും PC ജോർജ് വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അനായാസം വിജയിക്കുമെന്നും എല്ലാ വിഭാഗത്തിന്റെ വോട്ടും തനിക്ക് കിട്ടുമെന്നും PC ജോർജ് പറഞ്ഞു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഒരു വിഭാഗത്തെ തെറ്റിദ്ധരിപ്പിച്ചു. ആ തെറ്റിദ്ധാരണയൊക്കെ നീങ്ങി. ഞാൻ ഒരു തെറ്റും ചെയ്യുന്നവനല്ല. ആ വിഭാഗവുമായി നല്ല ബന്ധമുണ്ടാക്കാൻ സാധിച്ചിട്ടുമുണ്ട്. അവരും പരിപൂർണ പിന്തുണ നൽകിയിരിക്കുകയാണ്. എല്ലാ വിഭാഗത്തിന്റെ വോട്ടും കിട്ടുമെന്നും PC ജോർജ് വ്യക്തമാക്കി. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നടത്തിയ പരാമർശത്തിൽ എന്തായാലും അദ്ദേഹം മാപ്പ് പറഞ്ഞു എന്നതും ശ്രദ്ധേയമാണ്. ഈ നിയോജക മണ്ഡലത്തിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും ഏറെ കാര്യങ്ങൾ താൻ ചെയ്തതാണെന്നും അതിന്റെ തുടർ നടപടികൾ പലതും ചെയ്യാനുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷെ 5 കൊല്ലം നഷ്ടപ്പെട്ടു. മറ്റൊരു സങ്കടം നമ്മുടെ ചെറുപ്പക്കാരല്ല നാടുവിട്ടു പോയി എന്നുള്ളതാണ്. അവരെ തിരികെ കൊണ്ടുവരണം തന്റെ വലിയ ആവശ്യമാണ്. തന്റെ വിജയം അനായാസമാണെന്നും എന്നാൽ 3ാം സ്ഥാനത്തിന് വേണ്ടി മത്സരം ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. LDF സ്ഥാനാർത്ഥിയും UDF സ്ഥാനാർത്ഥിയും തമ്മിൽ 3ാം സ്ഥാനത്തിന് വേണ്ടി കടുത്ത പോരാട്ടമാണ് നടക്കുന്നത്. പാലായിൽ മകനും NDA സ്ഥാനാർത്ഥിയുമായ ഷോൺ ജോർജിന് വിജയ സാധ്യതയുണ്ടെന്നും PC ജോർജ് പറഞ്ഞു. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി അപ്പനും മകനും ഒരുമിച്ച് നിയമസഭയിൽ കാണുമെന്നും PC ജോർജ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.